ബഹദൂർ, ഇവിടെ എന്തായി സംഭവിക്കുന്നത്? എന്ത് പറയാൻ അമ്മാവാ, നമ്മുടെ പോലീസ് മാഡം ഒരു മെഡൽ വാങ്ങുമെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷെ അതെല്ലാം കുളമായി പോയി. അത് കാരണം മാഡം ഇപ്പോൾ ഭയങ്കര മൂഡ് ഓഫിലാണ്, ഭയങ്കര ദേഷ്യത്തിലാ. അതുകൊണ്ട് കൈ കിട്ടുന്നതെല്ലാം എടുത്ത് വലിച്ചെറിയാണ്. വരൂ നമുക്കത് നോക്കാം. പോലീസ് മാഡം, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ അമ്മാവാ? ഞാൻ വിചാരിച്ചാ പോലും എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ഈ ദേഷ്യത്തിന് എല്ലാവരെയും ചവിട്ടി കൊല്ലാനാ തോന്നുന്നത്. എന്റെ കൈവശം ഒരു ഐഡിയ ഉണ്ട്. മൈൻഡ് ചില്ലാക്കുന്ന ഒരു ഐഡിയ. പോലീസ് മാഡം, ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് എക്സർസൈസ് പറഞ്ഞുതരാം. അത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും. ആദ്യം നിങ്ങളുടെ കണ്ണടച്ചേ, എന്നിട്ട് ശ്വാസം നല്ലോണം അകത്തേക്ക് വലിക്ക്. എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിട്. യെസ്, അത് തന്നെ. കൊള്ളാലോ. നിങ്ങളിത് തുടർച്ചയായി 2 മിനിറ്റ് ചെയ്തോണ്ടിരിക്കേ. മാഡത്തിന് ചില്ലാക്കാനായിട്ട് ഇതിനേക്കാൾ മറ്റൊരു നല്ല ഐഡിയ ഇല്ല. എന്റെ തലയിൽ ഈ ഐസ് ബാർ എങ്ങനെയാണ് വന്ന് വീണത്? എനിക്ക് മനസ്സമാധാനത്തിന് ശ്വസിക്കാനും പറ്റില്ലേ. അനന്തരമാ, എന്നെ രക്ഷിക്കണേ. Breathe in, breathe out. അമ്മാവാ, ഇനി പുതിയ ഐഡിയ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ ഐഡിയ കാരണം ഫണ്ടൂസ് നഗർ മൊത്തം ചുറ്റിക്കറങ്ങാൻ പറ്റിയില്ലേ. ചുമ്മാ എടുത്തിയാടി ഒന്നും പറഞ്ഞേക്കരുത്. മാഡത്തിന് ഇനി ദേഷ്യം വന്നുണ്ടല്ലോ, നിങ്ങളുടെ കാര്യം പോക്കാ. ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട. താൻ പേടിക്കണ്ടോ ബഹദൂരെ, ഇത്തവണ എന്റെ ഐഡിയ വർക്ക്ഔട്ട് ആവും, അത് ഉറപ്പാ. ഹലോ പോലീസ് മാഡം, നിങ്ങളിപ്പോ ഇത്ര ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ട് നല്ലപോലെ നിലവിളിക്ക്. അങ്ങനെ നിങ്ങളുടെ ദേഷ്യം സങ്കടമൊക്കെ പുറത്തേക്ക് പോവട്ടെ. പിന്നെ നിങ്ങളുടെ മൈൻഡ് മൊത്തം പീസ്ഫുൾ ആയിട്ട് മാറുന്നതാണ്. ആഹാ, ഈ ഐഡിയ വർക്ക്ഔട്ട് ആവോ? എങ്കിൽ ശരി. അമ്മാവാ, അന്നേരം ഞാൻ പറഞ്ഞതല്ലേ വേണ്ട വേണ്ടെന്ന്. കേട്ടില്ലല്ലോ. ആ കൈ ഇങ്ങതേ, ഇങ്ങതാ. ഞാൻ ചെന്ന് എഴുതിയെടുത്തിട്ട് വരാം. തന്റെ കളി ഇതോടെ നിർത്തമാവാ. എല്ലാ ഐഡിയാസും എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതിന് പകരം അധികമാക്കുക. എനിക്ക് തോന്നി ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിയെന്ന്. അനന്തരവൻ എന്നോട് നിങ്ങളുടെ ദേഷ്യത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ദേഷ്യം മറയ്ക്കുന്ന ഒരു ടാബ്ലറ്റ്. ഈ ടാബ്ലറ്റ് ഒരെണ്ണം കഴിച്ചാൽ നിങ്ങളുടെ ദേഷ്യം പമ്പ കിടക്കും. ഒരെണ്ണം കഴിച്ചു നോക്ക്. കൊറേ നേരത്തിന് ശേഷം ഇപ്പോഴാണ് എന്റെ മൈൻഡിന് ഒരു ആശ്വാസം കിട്ടിയത്. എടോ ബഹദൂർ, ജീപ്പ് എടുക്കടോ. ഇത്രയും സ്നേഹമായിട്ട് മാഡം ഇതുവരെ എന്നോട് ജീപ്പ് എടുക്കാൻ പറഞ്ഞിട്ടില്ല. ആഹാരം പങ്കുവെച്ച് കഴിച്ചാൽ സന്തോഷം അധികമാവും അമ്മാവാ. അതിങ്ങത്താ, നിങ്ങളുടെ പൊറോട്ട എനിക്ക് തന്നേക്ക്. പോലീസ് മാഡം, ഈ ഡങ്ക കുറെ നേരമായിട്ട് ഞങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ അടിച്ച് പുറത്താക്ക്. എടോ ബഹദൂർ, നോ അടിപിടി, നോ തല്ല്. ആഫ്റ്റർ ഓൾ അയാൾ പൊറോട്ടയല്ലേ ചോദിച്ചത്, അതങ്ങ് എടുത്തു കൊടുത്തേക്ക്. ഒരു മനുഷ്യനല്ലേ, മറ്റൊരു മനുഷ്യനെ സഹായിക്കാൻ പറ്റൂ. എന്നാലേ ഇന്നാ പിടിച്ചോ, എന്റെ പൊറോട്ടയും കൂടി കഴിച്ചോ.
ഇതെന്ത് പറ്റി? പോലീസ് മാഡത്തിന്റെ ദേഷ്യം പെർമനന്റ് ആയിട്ട് മാഞ്ഞു തേഞ്ഞില്ലാതായി പോയല്ലോ. എടാ ഡോൽക്കി, പോലീസ് മാഡം ഇനി ഒരിക്കലും ദേഷ്യപ്പെടില്ലെന്നാ തോന്നുന്നത്. ഇനി നമ്മളെ തടയാൻ ആരുമില്ല. പോലീസ് മാഡം, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ പട്ടപ്പകല് കൊള്ളയടിക്കണ കണ്ടില്ലേ? അതെ പോലീസ് മാഡം, പോലീസിന്റെയും നിയമത്തിന്റെയും കയ്യിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല എന്ന് പറഞ്ഞു കൊടുക്കവന്. ആർക്കും രക്ഷപ്പെടാനാവില്ല. പോലീസ് മാഡത്തിന്റെ ദേഷ്യം മൊത്തത്തിൽ അങ്ങ് മാഞ്ഞുപോയോണ്ട് കള്ളന്മാർ വേട്ടക്കിറങ്ങിയിരിക്ക. ഇനിയിപ്പൊ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഐഡിയ! ഡങ്കാഡോൾക്കി അങ്കിളെ, ഇനി ടോട്ടൽ ഫണ്ടൂഷ് നഗരം നിങ്ങളെ കണ്ട് പേടിക്കും. പിന്നെ മിമിക്രി അങ്കിളെ, ഇവർക്ക് രണ്ടാൾക്കും ആ സ്പെഷ്യൽ പൊറോട്ട കൊണ്ടുവന്നു കൊടുത്ത്. വരൂ ഡങ്കാങ്കിളെ, ഇവിടെ വന്നിരിക്കേ. അങ്ങനെ അനന്തരവനും സമ്മതിച്ചിരിക്കുകയാണ്. ഈ മൊത്തം ഫണ്ടൂഷ് നഗറിലെ ആളുകളും ഈ ഡങ്കാ ഡോൽക്കിയെ കണ്ട് ഭയപ്പെട്ടിരിക്കും. എടാ ഡോൽക്കി, ഞാൻ ഈ ചേരിൽ ഒട്ടിപ്പോയി. എന്നെ വേഗം ഒന്ന് വലിച്ചെറുക്ക്. ഈ അനന്തരവൻ എന്താ ചെയ്യുന്നത്? പോലീസ് മാഡം, നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഈ ചെയ്യുന്നത് അന്യായമാണ്. നിങ്ങൾ പോലീസല്ലേ? ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ആ പോലീസിന്റെ ജോലി. ഞങ്ങളെ രക്ഷിക്കേ മാഡം. അവനൊരു കൊച്ചുകുട്ടിയല്ലേ, കുറുമ്പൊക്കെ കാണിച്ചെന്ന് വരും. ഡോൽക്കി, രക്ഷിക്കേ. ചേട്ടാ, അവിടെ നോക്ക്. പോലീസ് മാഡം, ദേ നമ്മുടെ വണ്ടി കൊണ്ടുപോയി. പോയാൽ പോട്ടങ്ങ് വിട്ടേക്ക്. ഒരു ജീപ്പ് അങ്ങ് പോയാ വേറെ ജീപ്പ് ഇങ്ങോട്ട് വരും. എനിക്ക് മതിയായി മാഡം, എനിക്ക് മതിയായി. ആ ദേഷ്യപ്പെടുന്ന പഴയ മാഡം തന്നെ മതിയായിരുന്നു. നമുക്ക് എത്രയും വേഗം പോലീസ് മാഡത്തിനെ പഴയതുപോലെ ദേഷ്യമുള്ള മടമാക്കി മാറ്റണം. അല്ലെങ്കിൽ ഈ ഫണ്ടൂഷ് നഗറില് എല്ലാം പ്രശ്നമായി മാറും. അതെ പോലീസ് മാഡം, നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടോ? മെഡൽ വാങ്ങുന്ന കാര്യത്തിൽ നിങ്ങൾ തോറ്റുപോയില്ലേ? അപ്പോഴല്ലേ ദേഷ്യപ്പെട്ടത്? വിജയപരാജയങ്ങളൊക്കെ സ്വാഭാവികമല്ലേ അമ്മാവ? കളിയും ചിരിയും എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്നതല്ലേ? പോലീസ് മാഡം, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ കിക്കിനെ കുറിച്ചുള്ള ചർച്ച ഫണ്ടൂഷ് നഗർ മൊത്തം ഫേമസാ. ഐഡിയ! പോലീസ് മാഡത്തിന് ഒരൊറ്റ കാര്യം മാത്രമാ ദേഷ്യപ്പെടുത്തുന്നേ. അവരുടെ മേക്കപ്പ് ഒന്ന് നശിപ്പിച്ചാ മാത്രം മതി. അമ്മാവാ, സ്കൂട്ടർ വേഗത്തിൽ ഓടിക്കേ. ഞങ്ങളോടൊപ്പം റൈസോ? നിങ്ങൾ തോറ്റുപോകും. അമ്മാവാ, സ്കൂട്ടർ അടുത്തേ കൊണ്ടുപോയല്ലേ, ജീപ്പിന്റെ പുറകെ കൊണ്ട് നിർത്ത്. ഇത് കണ്ടോ പോലീസ് മാഡം? ഡങ്കയും ഡോൽക്കിയും ചേർന്ന് നിങ്ങളുടെ ഇമേജ് ഡാമേജ് ആക്കിയിരിക്കാ. കണ്ടോ കണ്ടോ? എന്റെ മേക്കപ്പ് മൊത്തം നശിപ്പിച്ചല്ലേടാ. ഞാൻ ഈ ഡങ്കാട്ടോൽക്ക് വെറുതെ വിടില്ല. ചേട്ടാ, എനിക്ക് തോന്നുന്നു ആ പോലീസ് മാഡം പഴയതുപോലെ വീണ്ടും മാറിയെന്നാ. നിയമത്തിന്റെയും പോലീസിന്റെയും കൈകളിൽ നിന്ന് ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ലടാ. പോലീസ് മാഡം തിരിച്ചെത്തി കഴിഞ്ഞു. ബ്രേക്ക്. അമ്മാവാ, സ്കൂട്ടർ അങ്ങോട്ട് തിരിക്കേ.
അമ്മാവനും അനന്തരവനും താങ്ക്സ്. പോലീസ് മാഡം. എന്റെ മേക്കപ്പ് മൊത്തം നീ നശിപ്പിച്ചു. എന്റെ മേക്കപ്പ് നശിപ്പിക്കാനുള്ള ഓരോ കാരണങ്ങൾ കണ്ടിരിക്കുക. അതെ മാഡം, മാഡത്തിന്റെ ഈ പഞ്ച് ഡയലോഗ് കേൾക്കാൻ ഞാൻ എത്ര സമയമായി കാത്തിരിക്കുകയായിരുന്നു അറിയോ?